ഇന്ന് വീണ്ടും ഒരു ഗാർഡൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. അതായത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്ഥാനം മാറ്റി വെക്കുമല്ലോ ചെടികളുടെ. അപ്പോൾ കുറേ ചെടികളൊക്കെ ഞാനിങ്ങനെ പുഴരുത്ത് നകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. തണലത്ത് വെക്കേണ്ട ചെടികളാണ് ഇതൊക്കെ. അഗ്ലോണിമയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ അഗ്ലോണിമയൊക്കെ നടാനായിട്ട് ഒട്ടും പാടില്ല. നമുക്കൊന്ന് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി വെള്ളവും ഇടയ്ക്കൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പൂവുള്ള ചെടി വളർത്താനാണ് പാട്. ഇപ്പോൾ ഈ റെഡ് ലിപ്സ്റ്റിക്കൊക്കെ അതേ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നെ റെഡ് ലിപ്സ്റ്റിക്ക് നല്ല ബുഷായിട്ടൊക്കെയുണ്ട്. നല്ല ഭംഗിയാണ്. ഇപ്പോഴും പഴയ വെറൈറ്റി ആണെങ്കിലും നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഇത് അതെ ഈ അഗ്ലോണിമ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇങ്ങനെ വൈറ്റ് കളറായിട്ടേക്കാണത്. ഇങ്ങനെ തണലത്തേക്കണം. ഇത് ബിഗോണിയ. ഇതും നല്ല ബുഷാക്കി വെട്ടി നിർത്തണം കേട്ടോ നമ്മൾ. അപ്പോഴാണ് ഇതൊരു രസം. പഴയ വെറൈറ്റി ആണെങ്കിലും നമ്മൾ ഭംഗിയിൽ വെച്ചാൽ മതി ഇതൊക്കെ. ഇതും ബിഗോണിയ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ എല്ലാം കാണാനായിട്ട്. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ്. ഇതും അതെ നിറച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പൈഡർ പ്ലാന്റ്. ഇത് തുമ്പ് വെട്ടി വൃത്തിയാക്കിയിട്ടെ അപ്പോഴും നല്ല രസമുണ്ട്. പിന്നെ ഇത് സിങ്കോണിയം. പഴയതാണ് ഇതൊക്കെ, എന്നാലും രസം ഇതൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ ഇല കാണാൻ നല്ല രസമുണ്ട് സിങ്കോണിയത്തിൻ്റെ. പിന്നെ സ്നേക്ക് പ്ലാന്റ്. ഇത് അകത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കല്ലൊക്കെ ഇട്ടേ. ഇത് ബുഷായിട്ടേക്കണ ഒരു സ്നേക്ക് പ്ലാന്റ്. പഴയ ചെടികളൊക്കെ ഉണ്ടാ, പുതിയതൊന്നുമല്ല. ഇത് ആന്തൂറിയം. ഇത് പൊക്കം വെക്കാത്തൊരു ആന്തൂറിയമാണ്. എനിക്കൊരു ചേച്ചി തന്നെയാണ്. ഈ ചെടിയും എനിക്ക് പേരറിയില്ല കേട്ടോ. ചെടിയുടെ ഇതിൻ്റെ ഒന്നും പേരറിയില്ല. ഇതൊക്കെ തണലത്ത് വെക്കേണ്ടതാണ്. ഇത് നിറച്ച് പൂവുണ്ടാവട്ടെ. ഈ വെള്ള റോസയമ്മ അങ്ങനത്തെ ഒരു റോസാണത്. ഇത് ഞാൻ അകത്തോട്ട് വെച്ചാണ്. പുഴരത്തായിരുന്നു. ഇവിടെ കുറച്ച് വെയിൽ കിട്ടും. പിന്നെ ഇത് ഈ പെൻറ്റാസ് ഞാൻ കാണിക്കാത്തൊരു കളറാണ് കേട്ടോ. ഞാൻ കാണിക്കാത്തതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്കൊരു വേറൊരു പെൻറ്റാസും കൂടി ഉണ്ടായിരുന്നു, ഒരു വയലറ്റ് കളറ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പാടാണ്. പിന്നെ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ അതെല്ലാം പോകാതെ നോക്കണം. ഇത് ജമന്തി. പിന്നെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇലച്ചെടി നല്ല രസമുണ്ട്. ഇതും സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇതും എനിക്കൊരു ചേച്ചി തന്നെയാണ്. പിന്നെ ഇത് ഞാൻ നിലത്ത് വെച്ചാക്കണേ കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ കാണാൻ ഭംഗിയില്ല. ഇതും നല്ലൊരു ചെടിയാണ്. ഇത് രാത്രി ലൈറ്റത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണത്. ഇത് എപ്പീഷ്യ കണ്ട. എപ്പീഷ്യയുടെ ഇല കണ്ട നല്ല വലിയ ഇലയിട്ട് നിൽക്കുന്നത്. ഇത് കൊങ്ങിണി ചെടി. ഇത് എനിക്കിനി അടുത്തായിട്ട് നടാൻ പോണൊരു ചെടിയാണ് കൊങ്ങിണി. എപ്പീഷ്യ ബുഷായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. നിറച്ച് കൊമ്പ് കുത്തി കൊടുത്താൽ ഇങ്ങനെ നമുക്ക് ബുഷാക്കി വളർത്താൻ പറ്റും. ഇടയ്ക്ക് ഇത്തിരി കമ്പോസ്റ്റാ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഈ ചെത്തി ഞാൻ അന്ന് പുഴയിലെത്ത് നട്ടതാണ്. അത് ഞാനന്ന് കാണിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഇത് വെള്ള വിങ്കാറോസ്. നല്ല ഇത് കോളിയാസ് ചെടി. കോളിയാസിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഇപ്പം. പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ പൂ വിട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ ഒരു വഴുതനങ്ങ പോയി, ഉറുമ്പ് വന്ന് പോയി. ഇത് മുളകും മേക്ക കായിടാറായിട്ടുണ്ട്. പൊക്കം വെക്കാത്ത മുളകാണിട്ടത്. നിറച്ചുണ്ടാവുന്നു ഇങ്ങനെ കണ്ടിട്ട്. പിന്നെ തക്കാളിയും പൂ ഉണ്ടായിട്ടൊക്കെയുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസം. പിന്നെ ഇതെനിക്കൊരു ചേച്ചി എന്നതാണ്. ഇതും ഒരു പൂ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമുള്ളേ.